ഹലോ ശ്രീജിത്ത് അല്ലേ? അതെയല്ലോ. ഞാൻ ആരീന, ഓഫീസിലെ. മനസ്സിലായോ? അതെ, ശ്രീജിത്താണ്. ഹലോ. ബെസ്റ്റ്. ആരടാ? എടാ ഐറീനടാ. എന്നാ സംസാരിക്കണ? ഫോൺ ഓഫായി. എന്നാ കൂടെ കുത്തിടത്. എന്തത്? അല്ലെങ്കിൽ ആലിക്കാ പഴക്കുമ്പോ കാക്കിക്ക് വായ പൊണ്ണ്. ശ്രീതേ, നമുക്കൊരു ഹോർഡിംഗ് ഡിസൈൻ ഐഡിയ വേണം. ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ ഫെസിലിറ്റേറ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ നല്ലൊരു ക്യാപ്ഷൻ വേണം, ബ്രാൻഡ് അംബാസഡറിൻ്റെ പേര്, ഏജൻസി അഡ്രസ്, അങ്ങനെ നല്ലൊരു ഡിസൈൻ കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ മറ്റേ വെബ്സൈറ്റിൻ്റെ കാര്യം എന്തായി? അയ്യോ സാർ, അതിൻ്റെ ഒരു ഫുൾ ബ്രീഫ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല? ഇല്ല സാർ. ഓ, ദെൻ യു ടോക്ക് ടു ഐറീന. ഷീ ഹാൻഡിൽസ് ദ ക്ലയൻസ്. പുള്ളിക്കാരി എല്ലാ ഡീറ്റെയിൽസും തരും, ഞാൻ അവളോട് പറയാം. ഓക്കെ സാർ. പിന്നെ യു സ്റ്റാർട്ട് ദ ഹോർഡിങ്സ്. ആ ഒരു ഐഡിയ ബേസ് ചെയ്ത് നമുക്ക് ഫുൾ ക്യാമ്പയിൻ ഓണാക്കാം. ഓക്കെ? ഓക്കെ സാർ. എന്നാൽ വർക്ക് നടക്കട്ടെ. യു ക്യാരി ഓൺ. ബൈ. ഹായ് ശ്രീജിത്ത്. ഹായ്. അയ്യോ, എന്ത് പറ്റി? ഓക്കെ അല്ലേ? സാർ കാണാൻ പറഞ്ഞിരുന്നു. ഹായ്, ഞാൻ ആയിരുന്ന. അയ്യോ സോറി, ശ്രീജിത്ത്. അറിയാം. ആക്ച്വലി ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. അത് ഒരു വെബ്സൈറ്റ് കോഡിന്റെ കാര്യം ചോദിക്കാനായിരുന്നു. എനിക്ക് ആക്ച്വലി അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ഡേറ്റാസ് വേണം. യാ ഷോ. മീൻ വേണോ? ആണുങ്ങളെ ഹൃദയത്തിൽ കയറാനേ വയറ്റിലെത്തണമെന്നാ പറയാറ്. അവള് പറഞ്ഞ കറക്റ്റാ. അല്ല, ഐറീനയ്ക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാവില്ലെന്ന്. ഇഷ്ടപ്പെട്ട് തരുന്നതിന് എന്ത് ബുദ്ധിമുട്ട്? എന്നാ പിന്നെ ഒരെണ്ണം എടുക്കാം. താങ്ക് യു. താങ്ക് യു ഡാ. ഇതേതാ സ്ഥലം? നമ്മുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ചായക്കട തന്നെ. കടയിൽ വേണം? അല്ല വേണ്ട, ഡയറ്റാ. കൊച്ചിയിൽ എത്ര നാളായി? 4 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണോ ഈ സ്റ്റേയും കാര്യങ്ങളൊക്കെ? എനിക്കിവിടെ വലിയ പരിചയമില്ല. നാളെ എന്താ പരിപാടി? നാളെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാ എൻ്റെ വീട്ടിൽ വാ. എന്താ? നാളെ എൻ്റെ ബർത്ത്ഡേയാ. ഓ നൈസ്. ഓക്കെ. ആക്ച്വലി വളരെ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുള്ളൂ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. പിന്നെ എനിക്കിവിടെ അധികം ആൾക്കാരായിട്ട് അടുപ്പില്ല. എന്തായാലും നന്നായി. ആൽവിനെ ശരത്തിനെ വിളിക്കാത്ത നന്നായി. അടുപ്പിക്കാൻ കൊള്ളത്തില്ലെന്നേ. ആണല്ലേ? പിന്നെ അല്ലാതെ വിളിക്കാത്ത എന്തായാലും നന്നായി. ഓക്കെ, എന്തായാലും 7 മണിക്ക് കാണാം. ഓക്കെ, ബൈ. സമയായില്ലേ? ഞാൻ റീനുവിനെ വിളിച്ചിട്ട് വരട്ടെ. റീന. ആടാ വാ. ഇരുന്നേ. ഇത്ര പെട്ടെന്ന് റെഡിയായോ? റെഡിയായി. ശരിക്കും? ഹായ്. എടാ, കേക്ക് കട്ട് ചെയ്യാനുള്ളതല്ലേ? നീ പോയി ആ ഡ്രസ്സ് മാറിയിട്ട് വാ. എടി ഇത് മതിടി. പോരെ, മാറിയിട്ട് വാ. വാ, മാറിയിട്ട് വരാം. അങ്കിത, ഒരു ഡൗട്ട് നോക്കിട്ടെ. ഇതാണോ സ്പെല്ലിംഗ്? അതെ, സ്കൂളിൽ ഞങ്ങളുടെ ഗ്യാങ് നെയിമേ അര എന്നായിരുന്നു. ARA. അപ്പൊ ഇൻസ്റ്റാഗ്രാമില്? ഓ അതോ,
ഐ റീന, ഞാൻ റീന, അങ്ങനെ ആക്കാൻ വേണ്ടി ഇട്ടതാ. ആ. ആഴങ്ങളിൽ മായാതെ ദൂരെ തിരിനീട്ടും താരം കോണിൽ മറയുന്നു ചുരുൾ നീർത്തിടുന്നു. ശ്രീജിത്ത്, ആ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. താൻ പറഞ്ഞു. ഞാൻ ഇതുവരെ ആരോടും ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. ആ. ഐ ഹോപ്പ് യു ഡോണ്ട് ജഡ്ജ് മീ. ഹേയ്, ഞാൻ ജഡ്ജ് ചെയ്യാനോ? താൻ പറഞ്ഞോ. ഓക്കെ, ഹൗ ഡു ഐ സ്റ്റാർട്ട്? കോളേജിൽ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. ആ. അപ്പം പുള്ളി ഞാനും ലൈക്ക് വി വർ റിയലി ക്ലോസ്. ക്ലോസ് മീൻസ് ഇൻ എവറി പോസിബിൾ വേസ്. ഓ, വെർജിനിറ്റി. അപ്പോ ഹേയ്, അതിനിപ്പോ എന്താ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇറ്റ് ഹാപ്പൻസ്, കുഴപ്പമില്ല. അങ്ങനെയല്ല, അത് എനിക്കിഷ്ടമല്ലായിരുന്നു. ഒരു കൈൻഡ് ഓഫ് അവേർഷനോ അങ്ങനെ എന്തൊക്കെയോ. എന്നുവെച്ചാ അത് ശ്രീജിത്ത്, യു നോ വാട്ട്, ഐ ലവ് വുമൻ. ആടോ, ഞാൻ ഹോമോസെക്ഷലാ. എന്തൊരു ആശ്വാസം. സംഭവം ഇത് പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസമുണ്ട്. എന്താ പറയാ, എനിക്ക് റീയില്ലേ, പുള്ളിക്കാരത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അവളും എന്നെ പോലെ തന്നെയാണ്. പക്ഷേങ്കിൽ ഞാനൊന്നും ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. എന്തൊരു ഗട്ട്സില്ല. എനിക്ക് ഭയങ്കര പറഞ്ഞപ്പോൾ എന്തോ ഒരു ആശ്വാസം. ഞാനും അങ്ങനെ എന്തായാലും ഇപ്പോൾ ഇറങ്ങിത്തരാം. താൻ എന്തായാലും നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണല്ലോ, താൻ പറഞ്ഞോ. ആ കുടിക്ക് എന്തായാലും തന്നെ ഇഷ്ടമാവും. Is it so? Yeah, I think so. Thank you, Srijit. I'm sure any heterogeneous girl would be lucky to have you. And thank you for not judging me. Thank you. Shit, get you. അളിയനിത് പൊളിക്കോ? വിളിക്കടാ. ആരെ? നിന്റെ ആത്മാവിനെ വിളിക്കടാ. എന്തോന്ന്? ഐ ഫോർ ഐറീന. അല്ലടാ, എന്നോട് ചോദിക്കും ഏത് സ്കൂളാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന്. എന്താടാ കാര്യം? അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ, അതെങ്ങാനും പൊട്ടി പണ്ടാറടങ്ങിയിട്ട് എനിക്കങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ നോക്കുമ്പോൾ അവൾക്കുള്ളത് ബോയ് ഫ്രണ്ട് അല്ല, ഗേൾ ഫ്രണ്ട് എങ്ങാണ്ട. പോരാത്തന്നെ അവളെ പേര് ഐറീന എന്നല്ല, ഐ റീന, അങ്ങനെ എങ്ങാണ്ട. ആത്മാവിന്റെ ഒരു കോപ്പ്. എടാ നീ ഒന്ന് അടങ്ങ്, നീ സമാധാനപ്പെട്ടേ. എടാ ആത്മാവ് പറഞ്ഞെന്താ, അതിൽ തുടങ്ങുന്ന ഒരു പെണ്ണെന്നല്ലേ, അതിവളിനെ ആവണമെന്നില്ലല്ലോ. അതെ, ആദ്യം കറക്റ്റ് അയ്യനെ കണ്ടുപിടിക്കണം. ID കാർഡിലെ പേര് വായിക്കാൻ പറ്റാതെ ആത്മാവെന്ത് കഴിച്ച്. അതുമല്ല, നിനക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞല്ലേ, നീ കിടന്ന് ഈ തിളക്കെന്തിനാണ്? പോയടാ.